ദുബായ് അൽഖൂസില് താമസ സ്ഥലത്ത് യുവാക്കൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ഇടപെട്ട് കുത്തേറ്റു മരിച്ച മലയാളി യുവാവിന്റെ മൃതദേഹം ഒടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോ പറയാനുള്ളത്. കോഴിക്കോട് ചെറുവണ്ണൂർ മധുര ബസാർ നജാത്തു മൻസിലിൽ ജസീൽ എന്ന 32കാരനാണ് ഈ മാസം 17-ന് താമസിക്കുന്ന വില്ലയിലുണ്ടായ സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ കൊല്ലം തമ്മനം സ്വദേശി ടാക്സി ഡ്രൈവറായ നിയാസിനെ ഉടൻ തന്നെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഫോറൻസിക് വിഭാഗത്തിൽ നിന്ന് ഓട്ടോപ്സി റിപ്പോർട്ട് വിട്ടുകിട്ടാൻ വൈകിയതാണ് കഴിഞ്ഞ 15 ദിവസമായി മൃതദേഹം മോർച്ചറിയിൽ തുടരാനുണ്ടായ കാരണമെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട്. ദുബായ് അൽഖൂസിലെ അൽമനാർ സെന്ററിന് സമീപമുള്ള താമസ സ്ഥലത്ത് 17-ാം തീയതി രാത്രി 11:30-ക്കാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 6 മാസമായി ദുബായിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ജസീലും പ്രതിയും ഒരേ വില്ലയിൽ വ്യത്യസ്ത മുറികളിൽ താമസിച്ചിരുന്നവരാണ്. ഇരുവരും തമ്മിൽ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. മദ്യപാനം അടക്കം യാതൊരു ദുശീലവും ഇല്ലാത്ത യുവാവായിരുന്നു ജസീൽ. പ്രതി നിയാസും കൂട്ടുകാരും തമ്മിൽ മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം പരിഹരിക്കാൻ ജസീൽ ഇടപെടുകയായിരുന്നു. ഇതിനിടെ മദ്യലഹരിയിലായിരുന്ന നിയാസ് കത്തി കൊണ്ട് ജസീലിനെ ആക്രമിക്കുകയും കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ജസീലിനെ റാഷിദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതിരിക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് വില്ലയുടെ മുകൾ നിലയിൽ ഒളിച്ചിരുന്ന പ്രതിയെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. എന്തായാലും ജസീലിന്റെ മൃതദേഹമാണ് 10-15 ദിവസത്തെ കാലതാമസത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് എത്തിക്കുന്നത്. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീരാത്ത നോവായി മാറുകയാണ് ജസീലുമായി ബന്ധപ്പെട്ട ഈ വാർത്ത. ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് UAE-യിൽ നിന്നും ഇനി പറയാനുള്ളത്. അലർജി മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമാകുന്ന ലോകത്തിലെ ആദ്യത്തെ മൂക്കിലൊഴിക്കുന്ന അഡ്രിനാലിൻ സ്പ്രേക്ക് UAE-യിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്ന കാര്യമാണ്. യൂർനെഫി എന്ന് പേരിട്ടിരിക്കുന്ന ഈ മരുന്നിന് അനുമതി നൽകുന്ന മേഖലയിലെ ആദ്യത്തെ രാജ്യമാകുകയാണ് UAE. എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ നൂതന ചികിത്സാ രീതിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകിയിരിക്കുന്നത്. കഠിനമായ അലർജി അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിലവിൽ കുത്തിവെപ്പിലൂടെയാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന അലർജിക്കുള്ള മരുന്ന് നൽകിയിരുന്നത്. എന്നാൽ പുതിയ സ്പ്രേ വരുന്നതോടെ സൂചി ഉപയോഗിച്ചിട്ടുള്ള കുത്തിവെപ്പിന് പകരമായിട്ട് ഇത് മൂക്കിലൂടെ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വളരെ എളുപ്പം തന്നെ ആളുകൾക്ക് മരുന്ന് നൽകാൻ കഴിയും എന്നുള്ളതും ഇഞ്ചക്ഷൻ ഒഴിവാക്കാം എന്നുള്ളതും അനുകൂല ഘടകമായിട്ട് മേഖല വിലയിരുത്തുന്നു. എന്തായാലും നേസൽ അഡ്രിനാലിൻ സ്പ്രേക്ക് അംഗീകാരം നൽകുന്ന മേഖലയിലെ ആദ്യത്തെ രാജ്യമാവുകയാണ് UAE എന്നുള്ളത്. ദുബായിലെ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് മോളുകളിലേക്കും താമസ സ്ഥലത്തേക്കും ഒന്നും ഇനി നടന്ന് ക്ഷണിക്കേണ്ട കാര്യമില്ല. ചെറു കാറുകളിൽ, അതും ഡ്രൈവറില്ല ചെറുകാറുകളിൽ നിങ്ങൾക്ക് കൃത്യം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള പുതിയ സംവിധാനം വരികയാണ്. ചെറു യാത്രകൾക്കായി മെട്രോ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഡ്രൈവറില്ല കാറുകൾ ഉപയോഗിക്കാം. ദുബായിലെ പെയ്ഡ് പാർക്കിംഗ് നിയന്ത്രണ സ്ഥാപനമായ പാർക്കിനും ഡ്രൈവറില്ല വാഹനങ്ങൾ വികസിപ്പിക്കുന്ന ഗ്ലൈഡ് വേസും കൈകോർത്താണ് ഇത്തരമൊരു യാത്രാ സംവിധാനം ഒരുക്കുന്നത്. ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപത്ത് പാർക്കിംഗ് നിയന്ത്രണത്തിലുള്ള ചില പാർക്കിംഗ് സ്ഥലങ്ങളിലായിരിക്കും ഈ സേവനം ഉണ്ടാവുക. ഇതിനായി പാർക്കിംഗ് മേഖലകളെ മൾട്ടി മോഡൽ മൊബിലിറ്റി ഹബ്ബുകളാക്കി മാറ്റുകയും ചെയ്യും. ഗ്ലൈഡ് കാറുകൾ എന്നറിയപ്പെടുന്ന ഡ്രൈവറില്ല കാറുകളാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഗൈഡ് വേകളിലൂടെയായിരിക്കും ഈ കാറുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ റോഡുകളിലെ ഗതാഗത കുരുക്കിലൊന്നും നിങ്ങൾ അകപ്പെടില്ല എന്നുള്ളതാണ്. പരമാവധി 6 പേർക്ക് ഈ കാറിൽ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും പറ്റും. പാർക്കിന്റെ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് എന്നിവ ഉപയോഗിച്ച് യാത്രകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സർവീസ് സമയം, റൂട്ടുകൾ, ലക്ഷ്യസ്ഥാനത്തെത്തുന്ന സമയം എന്നിവയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ യാത്രാ ഗതാഗത രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ചെറുകാറുകൾ ദുബായിൽ ഇനി കൊണ്ടുവരാൻ പോവുക.